ഗാസയിൽ തുരങ്ക സാമ്രാജ്യം തീർത്ത് പടവെട്ടിയവരുടെ അടിവേരുകൾ പോലും ബാക്കി വെക്കില്ല എന്ന ഒരു പ്രതിജ്ഞ ഇസ്രായേൽ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ നിറവേറ്റുകയാണ് കഴിഞ്ഞ ദിവസം വരെയും ഇസ്രായേൽ. ഗാസയിലെ ജനവാസ കേന്ദ്രത്തിൽ ഹമാസിന്റെ രഹസ്യ തുരങ്കം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം തകർത്തെറിഞ്ഞ് തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. ഗാസയിൽ നടന്ന സൈനിക നടപടിക്കിടെയാണ് ഹമാസ് ഭീകരരുടെ വലിയൊരു തുരങ്കം ഇസ്രായേൽ സൈന്യം കണ്ടെടുത്തത്. ഇതിനുള്ളിൽ നിന്ന് ആയുധശേഖരവും നിരവധി പ്രധാന ജിഹാദി രേഖകളും കണ്ടെടുത്തു. ഗാസയിലെ ഖാൻ യൂനിസ് നഗരത്തിലെ യൂറോപ്യൻ ആശുപത്രിക്ക് കീഴിൽ കണ്ടെത്തിയ ഈ ഭൂഗർഭ തുരങ്കത്തിന്റെ വീഡിയോ ഇസ്രായേൽ പ്രതിരോധ സേന അവരുടെ എക്സ് അക്കൗണ്ടിൽ പങ്കിട്ടിട്ടുണ്ട്. ആശുപത്രിക്ക് സമീപം നിർമ്മിച്ച ഒരു തുരങ്കത്തിൽ നിന്നാണ് ഹമാസ് ഭീകരർ കമാൻഡ് ആൻഡ് കൺട്രോൾ റൂം പ്രവർത്തിപ്പിച്ചിരുന്നത് എന്ന് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തുന്നു. ഈ തുരങ്കത്തിൽ നിന്ന് വലിയൊരു ആയുധ ശേഖരവും നിരവധി രഹസ്യാന്വേഷണ രേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. പ്രത്യേകവും ലക്ഷ്യമിട്ടുള്ളതുമായ സൈനിക നടപടിയുടെ ഭാഗമായാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. തുരങ്കത്തിനുള്ളിൽ IDF സൈനികർ നിരവധി സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിയതായും വിവരങ്ങൾ. ആശുപത്രികളെയും സാധാരണ പലസ്തീനികളെയും ഒക്കെ കവചങ്ങളായി ഉപയോഗിച്ച് ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരെ ആസൂത്രിതമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം നിരന്തരം വ്യക്തമാക്കിയിരുന്നു. ഈ പുതിയ തുരങ്കത്തിന്റെ കണ്ടെത്തൽ ഇസ്രായേലിന്റെ അവകാശവാദം ശരിയാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഈ തുരങ്കപാത ഹമാസിന്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വരികയായിരുന്നു എന്നും IDF പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. തുരങ്കത്തിനുള്ളിൽ കണ്ടെത്തിയ സൗകര്യങ്ങൾ സംഘടിത സൈനിക ആസൂത്രണത്തെയും രഹസ്യ പ്രവർത്തനങ്ങളെയും വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ സേനയ്ക്കെതിരെയും ഭീകര പ്രവർത്തനങ്ങൾക്കുമായി ഗാസയിലെ സിവിലിയൻ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ആശുപത്രികൾ ഹമാസ് ഉപയോഗിക്കുന്നതായി IDF ആരോപിച്ചു. ഭീകര ആവശ്യങ്ങൾക്കായി ഗാസയിലെ ആശുപത്രികളെ ഹമാസ് തുടർന്നും ചൂഷണം ചെയ്യുന്നു. സിവിലിയന്മാരെ മനഃപൂർവ്വം അപകടത്തിലാക്കാനുള്ള ക്രൂരമായ ശ്രമമാണിതെന്നും സൈന്യം പറയുന്നു. ഈ പ്രത്യേക തുരങ്കങ്ങൾക്കുള്ളിൽ ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനമുള്ള ഹമാസ് ഭീകരരുടെ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ റൂമുണ്ട്. കൂടാതെ അത്യാധുനിക ആയുധങ്ങളും വെടിക്കോപ്പുകളും രഹസ്യ രേഖകളും ഭൂപടങ്ങളും. ഇത് ഹമാസിന്റെ സാധ്യമായ പദ്ധതികൾ വെളിപ്പെടുത്തുന്നു. അതിനു പുറമെ CCTVയും നിരീക്ഷണ സംവിധാനങ്ങളുമുണ്ട്. ഈ തുരങ്കം നിരീക്ഷണത്തിനും ആക്രമണ ആസൂത്രണത്തിനും ഉപയോഗിച്ചിരുന്നു എന്നാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ജനവാസ കേന്ദ്രങ്ങളിലെ ഗറില്ല യുദ്ധത്തിന്റെ അവിഭാജ്യ ഭാഗമാണ് തുരങ്കങ്ങളും ബങ്കറുകളും. ഹമാസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന തുരങ്കങ്ങളിൽ ദീർഘകാലം കഴിയാനുള്ള സൗകര്യങ്ങളുണ്ട്. വെള്ളവും വൈദ്യുതിയും ബങ്കറുകളും ആയുധപ്പുരയും അടുക്കളയും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ജനറേറ്ററുകളും ചരക്ക് നീക്കാനുള്ള റെയിൽ ട്രാക്കുകളും ഹമാസിന്റെ പല നേതാക്കളും ഈ തുരങ്കങ്ങളിലാണ് പലപ്പോഴും ഒളിച്ചു കഴിഞ്ഞിരുന്നത്. അവർക്കായി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളുണ്ട്. കടന്നു കയറുന്ന ശത്രുവിനെ തകർക്കാൻ കെണി ബോംബുകൾ വെച്ച വ്യാജ തുരങ്കങ്ങളുമുണ്ട്. മിന്നലാക്രമണത്തിൽ ഹമാസ് തട്ടിക്കൊണ്ടുവന്നവരെ ബന്ദികളാക്കി പാർപ്പിച്ചിരുന്നതും ഈ തുരങ്കങ്ങളിൽ തന്നെയാണ്. 2 പതിറ്റാണ്ട് കൊണ്ടാണ് രാവണൻ കോട്ട പോലുള്ള തുരങ്ക ശൃംഖല ഹമാസ് കെട്ടിപ്പടുത്തത്. 2005 ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങും മുൻപ് തന്നെ തുരങ്ക നിർമ്മാണം തുടങ്ങിയിരുന്നു. 2007 ഹമാസ് ഭരണം പിടിച്ചതോടെ ഈജിപ്തും ഇസ്രായേലും ഉപരോധം ഏർപ്പെടുത്തി. രണ്ടിടത്തു നിന്നും നിർമ്മാണ വസ്തുക്കൾ വരാതായപ്പോൾ ഈജിപ്തിലെ ചെറുതും വലുതുമായ 2500ഓളം തുരങ്കങ്ങളുടെ ശൃംഖലയുമായി റാഫ അതിർത്തിക്കടിയിലൂടെ ബന്ധിപ്പിച്ച തുരങ്കങ്ങളിലൂടെ നിർമ്മാണ വസ്തുക്കളും ഇന്ധനവും ഗാസയിലേക്ക് കടത്തി. 2014 ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് വാൾ എന്ന പേരിൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിനിടെയാണ് ഹമാസിന്റെ തുരങ്കങ്ങളുടെ വ്യാപ്തി ഇസ്രായേൽ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. ഇസ്രായേലിലേക്ക് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ ഗാസയുടെ 51 കിലോമീറ്റർ അതിർത്തി ഉൾപ്പെടെ 65 കിലോമീറ്ററിൽ ഭൂമിക്കടിയിൽ കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നത് അവിടെയാണ്. 2018 തുടങ്ങി 2021 പൂർത്തിയായി 1200 തൊഴിലാളികളുടെ അധ്വാനം. 20 ലക്ഷം ഘന അടി കോൺക്രീറ്റ് ഉപയോഗിച്ചു. ഈ ഭൂഗർഭ മതിലിന്റെ ആഴം ഇസ്രായേൽ വെളിപ്പെടുത്തിയിട്ടില്ല. മതിൽ നിർമ്മാണത്തിനായി 3 ലക്ഷത്തിലധികം ലോഡ് മണ്ണ് കുഴിച്ചെടുത്തു മാറ്റി. $110 കോടി ഏകദേശം 10,000 കോടി രൂപ ചിലവിട്ടു. തുരങ്ക നിർമ്മാണം കണ്ടെത്താൻ ഭൂഗർഭ മതിലിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവിട്ട് ഇലക്ട്രോണിക് സെൻസർ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. സ്മാർട്ട് വാൾ, അയൺ വാൾ, അയൺ സ്പേർഡ് എന്നൊക്കെയാണ് ഈ മതിലിനെ വിശേഷിപ്പിക്കുന്നത്. ഭൂഗർഭ മതിലിന് മുകളിൽ 65 കിലോമീറ്റർ നീളത്തിൽ 30 അടി ഉയരമുള്ള ഉരുക്കുവേലിയുണ്ട്. ചിലയിടത്ത് കോൺക്രീറ്റ് മതിലാണ്. ഈ വേലിയിൽ നിരീക്ഷണ സെൻസറുകളും റഡാറുകളും റിമോട്ട് നിയന്ത്രിത ആയുധങ്ങളും കമാൻഡ് സെന്ററുകളുമുണ്ട്. മെഡിറ്ററേനിയൻ കടലിൽ നിന്നുള്ള ഹമാസ് ആക്രമണം തടയാൻ നിർമ്മിച്ച കൂറ്റൻ കടൽ ഭിത്തിയിലാണ് ഈ വേലി ചേരുന്നത്. ഈ വേലിയാണ് ഇക്കുറി 30-ലേറെ സ്ഥലങ്ങളിൽ പൊളിച്ച് ഹമാസ് ഇരച്ചു കയറിയത്. ഇസ്രായേലിലെ കിബുത്സ് എന്ന സ്ഥലത്ത് ഒരു തുരങ്കത്തിന്റെ കവാടവും കണ്ടെത്തിയിരുന്നു. ഇസ്രായേലിന്റെ ഭൂഗർഭ മതിലിന്റെയും അടിയിലൂടെ ഹമാസ് നിർമ്മിച്ച തുരങ്കമാണിത് എന്നാണ് വിലയിരുത്തിയത്. ഗാസയ്ക്കെതിരെ ഉപരോധം നിലനിന്ന 2008-2010 കാലത്ത് ഈജിപ്തിൽ തുരങ്ക നിർമ്മാണം സ്വകാര്യ വ്യവസായമായി വളർന്നു. 22,000 പലസ്തീനികൾ വരെ തുരങ്ക നിർമ്മാണ തൊഴിൽ ചെയ്തിരുന്നു. ഹമ്മർ വാഹനങ്ങളും വാഷിംഗ് മെഷീനുകളും സിഗരറ്റും മുതൽ പശുക്കളെ വരെ തുരങ്കങ്ങളിലൂടെ ഗാസയിലേക്ക് കടത്തി. തുരങ്ക ഉടമകൾ സമ്പന്നരായി. ഇതിലെല്ലാം ഹമാസ് നികുതി ഈടാക്കി. ഈജിപ്തിലെ സിനായിലെ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഹമാസ് ആയുധങ്ങൾ എത്തിച്ചതും ഈ തുരങ്കങ്ങളിലൂടെയാണ്. ഒടുവിൽ ഈജിപ്ത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറ്റിവിട്ട് ഈ തുരങ്കങ്ങൾ നശിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.